ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. IPL മിനി ഓപ്ഷന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ വരുന്ന 16-ാം തീയതിയാണ് ഓപ്ഷൻ നടക്കുക. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ഈ ഒരു ലേലം അരങ്ങേറുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സ്പോർട്സ് കീട ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 9-ാം തീയതിയും 10-ാം തീയതിയുമായിരുന്നു RCB തങ്ങളുടെ ട്രയൽസ് സംഘടിപ്പിച്ചത്. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ ട്രയൽസ് നടന്നിരുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് സ്പോർട്സ് കീട ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. അതായത് ആകെ 15 താരങ്ങളാണ് ട്രയൽസിൽ പങ്കെടുത്തത്. പ്രമുഖ താരങ്ങളായ രാഹുൽ ത്രിപാഠി, നവദീപ് സൈനി തുടങ്ങിയവരൊക്കെ ഈ ഒരു ട്രയൽസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് ബംഗാളി താരമായ കരൺ ലാലും അതുപോലെ തന്നെ മലയാളി താരമായ രോഹൻ കുന്നുമലുമാണ്. ഈ രണ്ട് താരങ്ങളോടും ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് ഒരു ഓവറിൽ 16 റൺസ് പൂർത്തിയാക്കാനായിരുന്നു. ലെഗ് സ്പിന്നറായ സുയാഷ് ശർമ്മയായിരുന്നു ബൗളർ. ഈ രണ്ട് താരങ്ങളും ആ ഒരു കടമ്പ മറികടക്കുകയായിരുന്നു. കരൺ ലാൽ ആദ്യ 2 പന്തിൽ തന്നെ സിക്സർ നേടിക്കൊണ്ട് തൻ്റെ മികവ് തെളിയിച്ചിരുന്നു. തൊട്ടടുത്ത ദിവസവും മികച്ച പ്രകടനമാണ് ഈ കരൺ ലാൽ പുറത്തെടുത്തിട്ടുള്ളത്. അതായത് 17 മത്സരങ്ങളിൽ നിന്ന് 54 റൺസ് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു പരിശീലന മത്സരമായിരുന്നു. നവദീപ് സൈനിയുടെ ഒരു ഓവറിൽ 3 സിക്സറുകൾ പറത്താൻ കരണിന് കഴിഞ്ഞിരുന്നു. നേരത്തെ KKRന്റെ ക്യാമ്പിലും ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. അന്ന് 23 പന്തുകളിൽ നിന്ന് 52 റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. സ്പിന്നറായ കരൺ ലാൽ 2 വിക്കറ്റുകൾ അന്ന് വീഴ്ത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ താരം മികച്ച പ്രകടനമാണ് RCBയുടെ ട്രയൽസിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന ഓപ്ഷനിൽ ഈ ബംഗാളി താരത്തിന് വേണ്ടി RCB ശ്രമിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കാര്യങ്ങൾ എളുപ്പമാവില്ല. LSG, KKR തുടങ്ങിയവരും ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി മലയാളി താരമായ രോഹൻ കുന്നുമലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹവും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. പരിശീലന മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കാൻ രോഹൻ കുന്നുമലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഒരുപക്ഷെ RCB അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചേക്കാം. അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇവരെ കൂടാതെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ അശോക് ശർമ്മ, അതുപോലെ തന്നെ മണി ഗ്രൂൾ, അതുപോലെ തന്നെ മുൻ CSK താരമായിരുന്ന പ്രശാന്ത് സോളങ്കി എന്നിവരൊക്കെ ഈ ഒരു ട്രയൽസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏതായാലും RCB ഇനി വരുന്ന ഓപ്ഷനിൽ ഏതൊക്കെ ഡൊമസ്റ്റിക് താരങ്ങളെ സ്വന്തമാക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.